ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ടൂറാണ് കേട്ടോ. ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിൽ തന്നെയുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. അവിടെ സമസിയ റഗ്വലി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് യൂണിവേഴ്സിറ്റി. ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പേരെങ്കിലും SCUന്ന് ഇന്ത്യൻസും SEUന്ന് ജോർജിയൻസും ഷോർട്ടാക്കിയിട്ടാണ് വിളിക്കുക. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം എന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് മെയിനായിട്ട് 2 ബിൽഡിങ്ങാണ് വരുന്നത്, ഓൾഡും ന്യൂവും. അതിൽ ഓൾഡ് ബിൽഡിംഗ് വഴിയാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത്. ഇവിടെ ഈ നിരന്ന് നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർക്ക് നമ്മുടെ പോർട്ടൽ തുറന്ന് സ്റ്റുഡൻ്റ് ആണെന്ന് കാണിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് അകത്ത് കയറാനായിട്ട് കേട്ടോ. ഇത് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതാ പ്രൊട്ടസ്റ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആക്കിയത്. ഓൾഡ് ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് തുടങ്ങാമല്ലേ. SCUൻ്റെ ക്ലിനിക്സ് ആണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ വരുന്നത്. അതായത് നമ്മുടെ ഓസ്കി ലാബുകളാണ്. ഓക്കെ, ഇത് നമ്മുടെ SCUൻ്റെ സ്റ്റിമുലേഷൻ സെന്റേഴ്സ് ആണ്. അതായത് നമുക്ക് ആദ്യത്തെ 3 കൊല്ലം കോളേജിലാണ് ക്ലാസ് എന്ന് പറഞ്ഞല്ലോ, പിന്നെയാണ് നമുക്ക് ഹോസ്പിറ്റൽസിൽ ക്ലാസ് തന്നെ. അപ്പോൾ ഈ 3 കൊല്ലത്തിൽ നമുക്ക് ക്ലിനിക്കൽ ബേസിക്സ് പഠിക്കുന്നത് ഇവിടെ ആയിരിക്കും. അത് ഓൾഡ് ബിൽഡിങ്ങിൽ 3-4 ഫ്ലോറുകളിലും ഇതിൻ്റെ സെന്റേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർക്കും മെജോറിറ്റി ഉണ്ടാകുക തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇവിടെ നമ്മുടെ ഈ സ്റ്റിച്ച് ആൻഡ് മാനിക്യൂൻസിൽ പഠിക്കുന്നതും CPR ചെയ്യുന്നതും, പിന്നെ ഇതിൽ ഓരോ ബെഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ബെഡിലും ഓരോ ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ് ഉണ്ടാവുക. എന്നിട്ട് ആ പേഷ്യൻസിന് ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ECG എടുക്കാനും ആ മിനിക്യൂനിൽ തന്നെ നമുക്ക് ECG എടുക്കുകയും പിന്നെ എന്താ പറയുക ഇഞ്ചക്ഷൻ എടുക്കാനും അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ള മെനിക്യൂൻസ് ആണ് ഉണ്ടാവുക. റിയൽ പേഷ്യൻസ് പോലെ തന്നെയുള്ള ഒരു നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വാർഡ്, ഹോസ്പിറ്റൽ വാർഡ് എന്ന് തന്നെ ഇതിനെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്ലോർ ഫുള്ള്. ഈ ഒരു സബ്ജക്റ്റിന് നമ്മുടെ യൂണിവേഴ്സിറ്റി പറയുന്ന പേര് ക്യാപ്സ് എന്നാണ്. ഫസ്റ്റ് സെമ്മ് തൊട്ട് 12th സെമ്മ് വരെ നമുക്കുള്ളൊരു സബ്ജക്റ്റാണത്. ആദ്യത്തെ സെമിസ്റ്ററിലൊക്കെ നമുക്ക് പൊതുവേ ഹാൻഡ് വാഷ്, അതുപോലെ ഗ്ലൗസ് ഇടാൻ പഠിപ്പിക്കുക, അങ്ങനത്തെ ഏറ്റവും ബേസിൽ നിന്നായിരിക്കും തുടങ്ങുക. 12th സെമ്മൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അപ്ഗ്രേഡഡ് വേർഷനിലായിരിക്കും. അതെന്താണെന്ന് ഇപ്പം എനിക്കറിയില്ല, ഞാൻ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിലവിൽ 8th സെമ്മ് കംപ്ലീറ്റഡ് 9th കയറുകയാണ്. അപ്പം എനിക്കിതുവരെ കഴിഞ്ഞാൽ ഇപ്പോൾ യൂറിനറി കത്തീറ്റർ ഇടുക, ഫുഡ് പൈപ്പ് ഇടുക, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേട്ടൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ബെഡിലും ഓരോ ടൈപ്പ് ഓഫ് പേഷ്യൻസിനെ വെച്ചിട്ടുള്ള മെനിക്യൂൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ടോപ്പിക് ഏതാണോ അതനുസരിച്ചിട്ടുള്ള മെനിക്യൂൻ മറ്റൊരു സെന്ററാണ്. എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഇവിടെ ഓരോ റൂംസിലും ഓരോ പ്രൊഫസേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും റൂമിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇതിപ്പോൾ നമ്മുടെ സ്മെല്ല് സ്റ്റാറ്റിക്കില്ല, കണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ ബേസിക് ആയിട്ട് ഇവിടെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് സംഭവം. വേണ്ട അനാറ്റമിക്കൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് അപ്പർ ബോഡിയൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇയർ എക്സാമിനേഷൻ ഇല്ലേ, അതൊക്കെ ഞങ്ങൾക്ക് ഈ സെമ്മിൽ ഇയർ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചെവിയിലോട്ട് മരുന്ന് ഒഴിക്കുന്നതിന് പോലും ഓരോ സ്റ്റെപ്സ് പോലും അത്രയും മൈന്യൂട്ടായിട്ട് തന്നെ നമുക്ക് ഇവിടെ കവർ ചെയ്ത് തരും കേട്ടോ. പിന്നെ അതാ ഗ്ലൂക്കോസ് ഇടുന്നതും അത് എത്ര ഇതാണ് നമ്മുടെ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരു മുറിവിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഒരുവിധം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ റൗണ്ട് ചെയ്തിട്ടായിരിക്കും സ്റ്റുഡൻസ് ഇങ്ങനെ ഇരിക്കുക. പ്രൊഫസർ ഇവിടെ ഉണ്ടാവും. ക്ലാസ് എടുക്കുമ്പോൾ സ്ലൈഡ്സ് കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കും. പിന്നെ നമ്മൾ എന്തൊരു പ്രൊസീജിയർ ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ് നമുക്ക് എല്ലാം അത് ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പോൾ വരെ ഫസ്റ്റ് നമുക്ക് 1 മാർക്ക് തരുന്നത് എപ്പോഴും ഹാൻഡ് വാഷിനാണ്. അപ്പോൾ എല്ലാ സ്റ്റിമുലേഷൻ സെൻറ്റേഴ്സിനെയും ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുണ്ടാവും. പേഴ്സണൽ ഹൈജീൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള സാധനം നമുക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു തരുന്ന ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് റൂംസ്. അപ്പോൾ എല്ലാ ക്ലാസ് റൂംസിലും ഇവിടെ നമുക്ക് ഹീറ്ററും ഉണ്ടാവും, AC ഉണ്ടാവും. അതിപ്പോൾ ഇതിപ്പോൾ AC ഓൺ ആണെന്ന് വിചാരിക്കും, പക്ഷേ ACയുടെ തന്നെ ഹീറ്ററാണ് ഓൺ ആയിരിക്കുന്നത്. ഇത് വർക്കിംഗ് അല്ലായിരിക്കും. ഇതും വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ലൈഡ്സ് നമുക്ക് പ്രസൻറ്റേഷൻ എടുക്കാൻ നമ്മൾ തന്നെ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടുത്തെ ക്ലാസ്സസ് പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതിനുശേഷം മാം ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരും ഇതെങ്ങനെ ചെയ്യേണ്ട പ്രൊസീജിയർ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ തന്നെ ഓരോ സ്റ്റുഡൻ്റായിട്ട് 1 by 1 വന്ന് ഇവിടെ മാമിൻ്റെ മുന്നിൽ ചെയ്ത് കാണിക്കും. അതാണ് ക്ലാസ് ടൈമിൽ. അത് കഴിഞ്ഞ് നമുക്ക് ഈ സബ്ജക്ട്സിന് എക്സാംസ് ഉണ്ടാവും. എക്സാം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റാൻഡമായിട്ട് 4-5 റൂംസിൽ പല ടോപ്പിക്സിനായിരിക്കും ഓരോ പ്രൊഫസേഴ്സ് ഉണ്ടാവുക. നമ്മൾ ഏതെങ്കിലും റൂമിലേക്ക് നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കയറ്റി വിടും. എന്നിട്ട് ആ റൂമിൽ നമ്മൾ ലോട്ടിട്ട് എടുക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും നമുക്ക് കിട്ടുക. ഏത് ടോപ്പിക്കാണ് നമുക്ക് കിട്ടിയത് ആ ടോപ്പിക്ക് വേണം നമ്മുടെ ചെയ്ത് പ്രൊഫസറിന് മുന്നിൽ കാണിക്കാനായിട്ട്, എന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഈ ഓൾഡ് ബിൽഡിങ്ങിലെ ആദ്യത്തെ ഒരു 3-4 ഫ്ലോർ സ്റ്റിമുലേഷൻ സെൻറ്റേഴ്സ് തന്നെയാണ്. അത് ആസ് യൂഷ്വൽ ഓരോ റൂമും ഓരോ ടൈപ്പ് തന്നെയായിരിക്കും. ഈ കാണുന്നത് നമ്മുടെ ഒരു ലാബാണ് കേട്ടോ. എൻ്റെ മാക്സിലോഫേഷ്യലിൻ്റെ ഒക്കെ ക്ലാസ്സിൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഫസ്റ്റ് ലാസ്റ്റ് മിഡിലായിട്ട് 3 സെറ്റ് സ്റ്റെയർസ്. നമ്മുടെ ഈ ഓൾഡ് ബിൽഡിങ്ങിൽ ഓൾമോസ്റ്റ് ഫ്ലോറുകളെല്ലാം സിമിലർ സ്ട്രക്ചറാണ് വരിക. ആദ്യം ഈ ഒരു സൈഡിൽ ഫുള്ള് ഒരു 3 ലിഫ്റ്റ് വരും. പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 3 ക്ലാസ് റൂംസ് വരും. അതിൻ്റെ അകത്ത് ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്, പിന്നെ ഇവിടെ ഒരു റൂം, അങ്ങനെ 3 ക്ലാസ് റൂംസും. പിന്നെ ഇങ്ങോട്ട് ഒരു ഇവിടെയൊക്കെ റൂംസ് ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ബ്രേക്ക് ടൈം അങ്ങനെ കാര്യങ്ങളൊക്കെ ലെഷർ ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന റോയില്ലേ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു സെക്ഷൻ ഓഫ് ക്ലാസ് റൂംസ് ആണ്, നമുക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ടാണ് ലാബ് സബ്ജക്ട്സ്, അതായത് അനാറ്റമി ഹിസ്റ്റോളജി ഒക്കെ ഇല്ലേ അങ്ങനത്തെ സബ്ജക്ട്സിൻ്റെ ഒക്കെ ക്ലാസ് റൂംസും ഇതോളം.
ഇവിടെ വേറെ സെറ്റ് ഓഫ് ലിഫ്റ്റിന്റെ ഏരിയ ആണ് കേട്ടോ. മറ്റേ ലിഫ്റ്റ് വഴി, അതായത് മെയിൻ എൻട്രൻസിന്റെ അടുത്തുള്ള ലിഫ്റ്റ് വഴി കയറി കഴിഞ്ഞാൽ 8 ഫ്ലോറോ അങ്ങാണ്ടേ ഉള്ളൂ, 7 8 സംതിങ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത്രേ ഉള്ളൂ. ബാക്കി ഇവിടെ നിന്നാണ് ഏറ്റവും മുകളിൽ പോവുക. ഏറ്റവും മുകളിൽ ഒരു ഓഡിറ്റോറിയം ടൈപ്പ് ഉണ്ട്, കഫ്റ്റീരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒക്കെ സ്വിമ്മിംഗ് പൂൾ ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് സമയം വരുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്ന് ഞാൻ കിടപ്പില്ല, എനിക്കറിയില്ല. ബാക്കി കഫ്റ്റീരിയ കാര്യങ്ങളുടെ ഒക്കെ പണി നടക്കണുള്ളൂ. അതുകൊണ്ട് മുകളിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് അവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും വരില്ല. പിന്നെ നമ്മളുടെയൊക്കെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് എല്ലാം 9th ഫ്ലോറിൽ, അതായത് നമ്മുടെ TRC ബാങ്ക് അക്കൗണ്ട് അതിനൊക്കെ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്ന നോക്കുക 9th ഫ്ലോറിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയാണ്. ഇവിടെയാണ് നമ്മുടെ ഹിസ്റ്റോളജിയുടെ ക്ലാസ് ഒക്കെ നടക്കട്ടെ. അപ്പോൾ മൈക്രോസ്കോപ്സ് ഒന്നും കാണുന്നില്ല. പൊതുവെ ക്ലാസ് ഉണ്ടാകുമ്പോൾ മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്ക് ആക്ച്വലി ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് മിക്ക ക്ലാസ് റൂംസും ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഓൾഡ് ബിൽഡിങ്ങിൽ തന്നെ മെയിൻ സ്ഥലമാണ് നമ്മുടെ സ്റ്റഡി ഓഫീസ്. ഇവിടെയാണ് നമ്മുടെ ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസും ചെയ്യുന്നത്. ഉള്ളത് സ്റ്റുഡൻറ് അഫയർ ഡിപ്പാർട്ട്മെന്റിലാണ്. അതായത് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫീസ് അടച്ചത് കയറിയില്ല, അല്ലെങ്കിൽ ലീവിൻ്റെ കാര്യങ്ങൾ അറിയണം, പിന്നെ അങ്ങനത്തെ സ്നോബ് കിട്ടുക, അങ്ങനത്തെ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മുടെ അടുത്ത് കഫ്റ്റീരിയ ഉണ്ടോ, എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് സംസാരിക്കൊരു ചമ്മലാണ്, അതുകൊണ്ട് നമുക്ക് വീഡിയോ കാണിച്ചു തരാം. ഇതൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ, കംപ്ലീറ്റ്ലി റെഡി ആയിട്ടില്ല. പക്ഷെ ഒരു 90% ആയിട്ടുണ്ട്. എല്ലാ ഇൻഫോർമേഷനും നമ്മൾ വരിക. അതായത് ഇപ്പോൾ നമ്മുടെ ടൈം ടേബിൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലോ, പിന്നെ ഈ എക്സാമിൻ്റെ സ്ലോട്ട്സ്, ക്ലാസ്സിൻ്റെ സ്ലോട്ട്സ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് കോൺടാക്ട് ചെയ്തത്. ഇതിൻ്റെ അകത്ത് 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയർ സ്റ്റുഡൻസിന്, പിന്നത്തത് 4th ഇയർ 5th ഇയർ 6th ഇയർ സ്റ്റുഡൻസിന്. അങ്ങനെ 2 ക്ലാസ് റൂംസ് ആയിട്ട് 2 കാറ്റഗറിക്കുള്ള ക്ലാസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ, നമ്മുടെ ഓൾഡ് ബിൽഡിങ്ങിനെ ന്യൂ ബിൽഡിങ്ങിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ശരിക്കും നമുക്ക് മെയിൻ എൻട്രൻസ് വഴി ന്യൂ ബിൽഡിങ്ങിലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. നിലവിൽ നമ്മൾ ഓൾറെഡി കയറി ബ്രിഡ്ജ് കയറിയിട്ടാണ് ന്യൂ ബിൽഡിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, നൈറ്റ് ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിലൊക്കെ ഫുള്ള് ലൈറ്റ് വരും, ഇതിൻ്റെ മുകളിലും ലൈറ്റ്സ് വരും. സംഭവം നൈറ്റ് വ്യൂ അടിപൊളിയാണ്. പിന്നെ തൊട്ട് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, ജിയോ ഹോസ്പിറ്റൽ എന്നാണ് പേര്. എന്നാണ് SUൻ്റെ ഒരു മുഖച്ചായ മാറുന്നത് കേട്ടോ. ഇത് ഓൾഡ് ബിൽഡിംഗ് കണ്ടൊരു സാധനമേ അല്ല, നിങ്ങൾ ന്യൂല് കാണാം. ഇതൊരു 5-star ഹോട്ടലിൽ മാറി നിൽക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതൊക്കെ ഓരോ ക്ലാസ് റൂംസ് ആണ്. ഇവിടെയൊക്കെ നമ്മുടെ ലെക്ചേഴ്സ് നടക്കുന്നത്. ക്ലോസ്ഡ് ആണ്, എക്സാം ആയതുകൊണ്ട് മിക്ക ക്ലാസ് റൂംസും ക്ലോസ്ഡ് ആയിരിക്കും. ലെക്ചർ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലുതായിരിക്കും. നമ്മുടെ 2 ഗ്രൂപ്പ് 3 ഗ്രൂപ്പിനൊക്കെ ഒന്നിച്ചായിരിക്കും ക്ലാസ്. സെമിനാർ ക്ലാസ്സുകൾ ഞാൻ വേറെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലോബി. പിന്നെ ഈ കാണുന്ന വൈറ്റ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് സ്കേറ്റിങ്ങിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. താഴെ സ്കേറ്റിംഗ് ഷോ ഒക്കെ ഉണ്ട്. നമുക്ക് താഴത്തെ ഫ്ലോറിൽ പോകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ഇവിടെ ഇങ്ങോട്ടുള്ള ക്ലാസ് റൂംസിലൊക്കെയാണ് ഈ അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് വല്ല സ്റ്റുഡൻസിന് അഡ്മിഷൻ ഉണ്ടെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് ഈ ഏരിയ. ഓക്കെ, നമ്മുടെ പിള്ളേർ എക്സാം കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി ടൂർ ജസ്റ്റ് ഇതല്ല കൊല്ലന്നൊക്കെ എന്തുപറ്റി? ഓക്കെ, മൈക്കണ്ട് പറയണ്ടെന്ന്. അപ്പൊ ഞാൻ നമ്മുടെ പിള്ളേരോട് കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി കാണിക്കാം. നമ്മുടെ ഗ്രാജുവേഷൻ്റെ ഒക്കെ സാധനം കേട്ടോ. അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 2 സ്ക്രീനും ഓടിക്കൊണ്ടേയിരിക്കും. ചെറിയൊരു അഡ്വർടൈസ്മെന്റ് പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലാബുകളും ക്ലിനിക്സ് കിട്ടുന്ന ഹോസ്പിറ്റൽസും എല്ലാം ഇതിൽ ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ക്ലിനിക്കൽ ലാബുകളില്ലേ, അതിൻ്റെ ഓരോ പ്രാക്ടിക്കൽ സെഷൻസ് ആണ് കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് തേർഡ് ഇയറിലെങ്ങാണ്ടൊക്കെ ക്ലാസ് ഒരു സബ്ജക്റ്റൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ വരും. അതിനൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ വരാറുണ്ട്, അമേരിക്കൻ ഹോസ്പിറ്റൽ എന്ന് പറയാം. പിന്നെ ഇതാ മുകളിലൊരു സ്ക്രീൻ കണ്ടോ, അവിടെ ജോർജിയനെ കുറിച്ചിട്ടുള്ള കോമൺ കാര്യങ്ങൾ. താഴത്തെ സ്ക്രീനിൽ യൂണിവേഴ്സിറ്റിയുടെ കോമൺ കാര്യങ്ങൾ. അതിൻ്റെ ലിഫ്റ്റിൻ്റെ അവിടെ വേറൊരു സ്ക്രീൻ കണ്ടോ, അതിലങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തെങ്കിലും ഇവൻറ്റുകൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചോ അങ്ങനെ വളരെ റാൻഡം ആയിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് സാധനങ്ങളൊക്കെ കാണിക്കുന്നതാണ് ആ 3 സ്ക്രീൻ. ഇവിടെയൊക്കെ ഫുള്ള് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇതുമൊക്കെ ഫുൾ മറ്റേ ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ ഇതും ഈ സ്കേറ്റിംഗ് മാത്രം മാറ്റിയിട്ടില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വല്ല വീഡിയോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നിങ്ങൾ കണ്ട് സമാധാനിക്കൂ. ഇവിടെയാണ് നമ്മുടെ ലെക്ചർ റൂം കേട്ടോ. എനിക്ക് റിസർച്ചിൻ്റെ ഒക്കെ ക്ലാസ്സിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു. ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോയിൽ ഇവിടെ ആയിരുന്നു എനിക്ക് ക്ലാസ്സും ഞാൻ പ്രിപ്പയർ ചെയ്യണം കണ്ട് അവിടെയായിരുന്നു. നേരെ കാണുന്നതാണ് നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ. റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെമിനാർസും അതുപോലെ പ്രസൻറ്റേഷൻസ് ഒക്കെ ഈ റൂംസിൽ വരാറുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മിനി എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ എക്സാംസ് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പോൾ അവിടെയാണ് നടക്കുന്നത്. നമ്മുടെ എക്സാമിനേഷൻ സെന്റർ ആണ് കേട്ടോ. നമുക്ക് ഏത് സെമ്മിലാണെങ്കിലും നമുക്ക് ഫൈനൽസും മിഡ്ടേമും ഈ സെന്ററിലാണ് നടക്കുന്നത്.
നമ്മൾ നമ്മുടെ ID പ്രൂഫ് ഒക്കെ കാണിച്ചിട്ട് നമ്മുടെ ഫോണോ കാര്യങ്ങളൊന്നും കയറ്റില്ല, നേരെ ചെല്ലുക, നമ്മൾ റാൻഡംലി ഇൻവിജിലേറ്റേഴ്സ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തും. അപ്പോൾ നമ്മളിപ്പോൾ 4 ഫ്രണ്ട്സ് ഒന്നിച്ച് വന്നാലും 4 ഏരിയയൊക്കെ ആയിരിക്കും ഒരു സ്പ്ലിറ്റ് ചെയ്ത് വിടാം, ഒന്നിച്ചൊന്നും ഇരുത്തൂല. എന്നിട്ട് അതിൽ നമ്മുടെ IDയും പാസ്വേഡും അടിക്കുന്നു, നമ്മൾ ഏത് എക്സാം ആണോ അത് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി നേരെ മുകളിൽ ചെല്ലുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു വേറെ സെക്ഷനാണ് കേട്ടോ. 8th ഫ്ലോർ തൊട്ട് ബാഡ്മിൻ്റൺ കോർട്ട്, ലൈബ്രറി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കോർട്ടിലാണ് നമ്മുടെ ഗെയിംസും ഇവൻറ്റും ലിറ്ററേച്ചർ ക്ലബിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ നെക്സ്റ്റ് കാണാൻ പോകണം നമ്മുടെ SUൻ്റെ ലൈബ്രറി ആണ് കേട്ടോ. എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നല്ല ഇഷ്ടമുള്ളൊരു സ്പേസാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ വെച്ചിട്ട് SUൻ്റെ ലൈബ്രറി അടിപൊളിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിലരെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ കിട്ടുക, ചിലർക്ക് നടന്ന് പഠിക്കണം, ചിലർക്ക് ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കണം, അങ്ങനെയാണല്ലോ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ്. ഇവിടെ എല്ലാത്തിനും പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ലൈബ്രറി കൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കുള്ളൂ, ഭയോ. ഞാനൊക്കെ ഫസ്റ്റ് ഇയറിലൊക്കെ വന്ന സമയത്ത് പഠിക്കാൻ ട്രാക്കൊക്കെ വിട്ട് നിൽക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ലൈബ്രറിയാണ് കേട്ടോ. അന്ന് എപ്പോൾ പോയാലും ഇവിടെ സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ഫുൾ ആൾക്കാരാണ്. ഇവിടെ നമുക്ക് ബുക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. പക്ഷെ ബുക്സൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. നമുക്കൊക്കെ PPTയും ടെക്സ്റ്റും തന്നെ കുറേ ഉണ്ടാവും പഠിക്കാൻ ഫോണിൽ. അപ്പോൾ ലൈബ്രറിയിൽ കയറുമ്പോൾ ഇതൊരു കോൺഫറൻസ് ഹാള് പോലെ ഇങ്ങനെ റാൻഡായിട്ടിരുന്ന് പഠിക്കാനുണ്ടാവും. പിന്നെ ഇവിടെ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വരിക, ഇവിടേക്ക് ഇൻഡിവിജ്വൽസ് ആയിട്ടിരുന്ന് പഠിക്കാൻ, പെയറായിട്ടിരുന്ന് പഠിക്കാൻ, ഇവിടെ ഗ്രൂപ്പ്, ഇവിടെയൊക്കെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനും ചാർജും പോയിൻസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രൂപ്പ് ഏരിയാസ് എല്ലാവരും വളരെ സൈലൻ്റ് ആയിരിക്കണം. ഇതെല്ലാം ഒരു ഏരിയാസാണ്. ഈ റൂമിലാണ് സ്ഥിരത്തിലുള്ളത്. പക്ഷേ ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ നടന്ന് പഠിക്കാനുള്ള രീതിയാണ്. ഇതിൻ്റെ അകത്ത് കയറി ഡോർ ക്ലോസ് ചെയ്താൽ വലിയ ആവശ്യമില്ല. ഇവിടെ ആളില്ല, ഇങ്ങോ. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലൊന്നും റൂംസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സെപ്പറേറ്റ് ഏരിയാസൊക്കെ അവർ ലോബി പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്കൊരു നല്ല പരിപാടിയായിട്ട് തോന്നി. കാരണം കൂടുതൽ വരാന്തായിട്ടുള്ള ഏരിയാസൊക്കെ അവർ മാക്സിമം ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയ കൊള്ളാം. 5 out of 5. ഇവിടെയൊക്കെ റൂംസ് ആയിട്ടോ. അങ്ങോട്ടൊക്കെ ഇപ്പോൾ ഇനി ബാക്കി കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഫോൺ ചെയ്യാവുന്ന ഏരിയ. പിടിച്ചോ. ഈ ഏരിയയിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കോളൊക്കെ വരുമല്ലോ. വീട്ടിലെത്തിയ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നടന്ന് പഠിക്കാനുള്ള ഒരു ഏരിയ. പൊതുവേ ഞാൻ ഏറ്റവും കൂടുതൽ ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ പിന്നെ ഈ ഏരിയയിലാണ് ഞാൻ കൂടുതൽ പഠിച്ചിരിക്കുന്നത്. ഇപ്പോഴൊന്നും ഞാൻ ലൈബ്രറി വരാറില്ല, കാരണം എപ്പോൾ വന്നാലും ഇവിടെ ലൈബ്രറി ഫുള്ള് ഫിൽഡ് ആയിരിക്കും. മുമ്പൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കൂടുതലും ഇതിൽ തന്നെയായിരുന്നു. ഇപ്പൊക്കെ വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് പഠിക്കലാണ്. പിന്നെ നടക്കാനുള്ള നമുക്കിവിടെ ക്ലാസ്സസ് ഒന്നും നാട്ടിലത്തെ പോലെ കണ്ടിന്യൂസ് അല്ല വരിക. ഇപ്പോൾ ചിലപ്പോൾ കാലത്തത്തെ ഒരു 11 മണി തൊട്ട് 1 മണി വരെ ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ വരുന്നത് ഒരു 3 മണിക്കായിരിക്കും. അപ്പോൾ ഇടയിലൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ചില സമയത്ത് 1 മണിക്കൂറൊക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടി നമ്മൾ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് ചിലപ്പോൾ എക്സാം ആയിരിക്കും. അപ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും എല്ലാവരും ലൈബ്രറീസ് യൂസ് ചെയ്യാറ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാർജിങ് സ്ലോട്ട്സും എല്ലാ സെപ്പറേറ്റ് ഏരിയാസിലും ഉണ്ട്. ഓരോ ചെയറിൻ്റെയും ഓരോ ടേബിളിൻ്റെയും സൈഡിൽ തന്നെ ചാർജിങ് ബോർഡ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് അലൗഡ് അല്ല ക്യാമ്പസിൻ്റെ അകത്ത്. കഫ്റ്റീരിയ വരുമെന്ന് പറയുന്നുണ്ട്, ഇപ്പം നിലവിലില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയിൽ മോർണിംഗ് ടു ഈവനിങ് ചിലപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ഉള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. അത് മെയിൻലി ഇവർ പറയുന്ന റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് ഇപ്പോൾ സർജറീസ് ഒക്കെ ചിലപ്പോൾ ഇത്ര അവേഴ്സ് കണ്ടിന്യൂസ് വന്നാലും ഡോക്ടർ അവിടെ തലറങ്ങി കിടന്നാൽ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതില്ലാന്നാണ് അവർ എക്സ്ക്യൂസ് പറയുന്നത്. കാരണം നമ്മുടെ എല്ലാ ക്ലാസ് റൂംസിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഫുഡിൻ്റെ ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഫുഡൊന്നും കയറ്റാൻ പറ്റില്ല പറഞ്ഞിട്ട്. അതാണ് ലൈബ്രറിയുടെയും ചെറിയൊരു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു കോൾ വന്നാലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈബ്രറിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പുറത്തൊരു നടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, വരാന്ത സ്പേസ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാം, സംസാരിക്കേണ്ടവർക്ക് അവിടെ പോയി സംസാരിച്ചിട്ട് വരാം. അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ പറ്റില്ല, എന്താ പറയുക, വേറെ പരിപാടികളൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി പഠിക്കാൻ വേണ്ടി മാത്രം. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് മനസ്സിലായത് കൺക്ലൂഷൻ പറഞ്ഞ സാധനം ഷൂട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വരുന്നത് $5,500 ആണ് ഒഫീഷ്യലി പെർ ഇയർ കേട്ടോ. പക്ഷേ അത് ഏജൻസി ഡിപ്പെൻഡ് ചെയ്തിട്ട് $5,900 പെർ ഇയർ വാങ്ങുന്നവരുണ്ട്. അത് ലാസ്റ്റ് ഇയറിലേക്ക് ഒരു 3,500 സംതിങ് ആയിട്ട് കുറച്ച് തരും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഫീസിൻ്റെ വരുന്നത്. നമുക്കത് സെം വൈസ് അടയ്ക്കാം. അതായത് ഹാഫ് ആയിട്ട് 5,500 ഹാഫ് ആയിട്ട് നമുക്ക് 2 സെമ്മിലായിട്ട് അടയ്ക്കാം. പിന്നെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് നീണ്ടുപോകും. എക്സാം ലീവ് കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞു.
ദെൻ വാട്ട് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ ഡമ്മിയിലല്ലേ ചെയ്യുന്നതൊക്കെ, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഡോക്ടറായിട്ട് ഇപ്പം എന്താ കാര്യം, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് തോന്നുന്ന ഡൗട്ട്സ് ആണല്ലോ. അതിനൊരു ചെറിയൊരു ക്ലാരിറ്റി തരാം. ഈ കാണിക്കുന്ന നമ്മുടെ ഡമ്മിയിലുള്ള പ്രാക്ടീസസ് മൊത്തം ആദ്യത്തെ ഒരു 3 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഹോസ്പിറ്റലായിരിക്കും. ആദ്യത്തെ 3 കൊല്ലം നമുക്ക് കോളേജിലുള്ള സമയത്താണ് നമ്മൾ നേരിട്ട് ഒരു പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്ത് ഉടനെ ഫസ്റ്റ് സക്സസ്ഫുൾ ആവണമെന്നില്ല. നേരെ പോയിട്ടൊരു മനുഷ്യൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ഇത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിക്കൊണ്ട ഒരു കാര്യം, എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ചിലർക്ക് ഇങ്ങനെ ഒരു ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് പാനിക് ആവുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര നല്ലതായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയാണിത്. കാരണം ഒരു ക്ലാസ്സിൻ്റെ മുന്നിൽ വെച്ച് ഓരോ പ്രൊസീജിയർ നമ്മൾ ചെയ്ത് പിന്നെ നമുക്ക് ഈ ഒരു 3 കൊല്ലം ആകുമ്പോഴേക്കും നമുക്ക് പേടിയും ടെൻഷനൊക്കെ അങ്ങോട്ട് മാറും. എവിടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടും. അതിനൊക്കെ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഈ മെനിക്വൻസിലുള്ള പ്രാക്ടീസസ്. അങ്ങനെ 3ാമത്തെ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ ഹോസ്പിറ്റൽസിലായിരിക്കും. നമ്മുടെ ക്ലാസ്സും എക്സാം എഴുതാൻ വേണ്ടി മാത്രമേ നമ്മൾ കോളേജിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പേഷ്യൻസും കാര്യങ്ങളും ഇൻട്രാക്ഷൻസും ഒക്കെ അവിടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു കൊല്ലം ഇന്റേൺഷിപ്പ് നാട്ടിലും ഉണ്ടല്ലോ. ഇതിൽ കൂടുതലൊക്കെ പ്രാക്ടീസ് എനിക്ക് തോന്നുന്നില്ല നാട്ടിലത്തെ ഉള്ള ഡോക്ടേഴ്സിന് ഇത്രയൊക്കെ കിട്ടുന്നുണ്ട്. മേ ബി കിട്ടുന്നുണ്ടാവാം കേട്ടോ. എനിക്കിത് അത്ര വലിയ കുറവായിട്ട് തോന്നിയിട്ടില്ല. ഇത് ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതും കഴിഞ്ഞ് നമുക്ക് ലീവിന് നാട്ടിൽ ചെല്ലുമ്പോൾ വേണമെങ്കിൽ നാട്ടിൽ നിന്നുള്ള ഒബ്സർവർഷിപ്പ് നമുക്ക് ചെയ്യാം. അതായത് നാട്ടിലൊക്കെ 1 മാസം ലീവിനൊക്കെ ചെല്ലുന്ന സമയത്ത് ആ 1 മന്ത് നമുക്ക് നാട്ടിൽ ക്ലിനിക്സിൽ പ്രാക്ടീസ് ഡോക്ടേഴ്സിൻ്റെ കൂടെ തന്നെ നിന്ന് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ആവശ്യത്തിനുള്ള ഇന്റേൺഷിപ്പും പേഷ്യൻ്റ് ഡോക്ടർ ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആകെയുള്ള ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ആണ്. അതിന് നമുക്ക് ക്ലിനിക്സിലൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ നമ്മുടെ പ്രൊഫസർ തന്നെ ഉണ്ടാവും. നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. പ്രൊഫസർ അത് പേഷ്യന്റിനോട് ഇംഗ്ലീഷിൽ അവരുടെ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത് ചോദിച്ചിട്ട് അവർ പറയുന്ന റിപ്ലൈ പ്രൊഫസർ നമ്മളോട് പറയും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ 2 അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കോളേജിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കോളേജിന് അറിയപ്പെടുന്ന ഫാൻസി യൂണിവേഴ്സിറ്റി എന്നാണ്. അത് ഓഫ് കോഴ്സ് നമ്മൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യത്തിൽ നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റീസ് ആണ്. കൾച്ചറൽ ഫെസ്റ്റ്, ദിവാലി, അങ്ങനെ പിന്നെ ഗ്രാജുവേഷൻ സെറമണി ഒക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെയാണ് പ്രോഗ്രാംസിൻ്റെ ഒരു ലിസ്റ്റ് വരുന്നത്. ദെൻ വാട്ട് എൽസ്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി. എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ വീഡിയോസ് ആണ്, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ഒന്ന് കണ്ണടച്ച് വിടാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യുക.